ബയോളജിയിൽ 20 മാർക്ക് പക്ക സെറ്റാക്കിയാലോ എന്റെ കുട്ടികളെ? എല്ലാവരും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. നാളത്തെ പരീക്ഷയിൽ വരാൻ പോകുന്ന ഏറ്റവും എക്സ്പെക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വേഗം നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം 1 മാർക്കിന്റെ ചോദ്യമാണല്ലോ. അപ്പൊ 1 മാർക്കിന്റെ ചോദ്യമാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. സോ നോക്കിക്കേ, അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് 1 to 4. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് 1 to 4. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ ആണ് കേട്ടോ. തന്നിട്ടുള്ള പ്രസ്താവനകൾ നന്നായിട്ട് വായിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഏതാണ് ശരിയായിട്ടുള്ളത്, താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോക്കാം. സയന്റിസ്റ്റ് ജോവാൻ ഓറോ ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് നൈട്രജൻ ബേസ് അഡിനിൻ. സയന്റിസ്റ്റ് ജോവാൻ ഓറോ ആണോ നൈട്രജൻ ബേസ് അഡിനിൻ കണ്ടുപിടിച്ചത്? ആലോചിച്ച് നോക്കൂ. ശരിയാണ്. ആൻഡ് അമിനോ ആസിഡ് ഈസ് ആൻ ഓർഗാനിക് മോളിക്യൂൾ ഫോം ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീനുകളുടെ നിർമ്മാണ ഘടകമായ ജൈവ തന്മാത്ര എന്ന് പറയുന്നത് അമിനോ ആസിഡ് ആണ് എന്ന്. അതും ശരിയല്ലേ? ഓ, ഇതും ശരിയാണ്. അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാം. പ്രോകാരിയോട്ടിക് സെൽ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് വിത്ത് എ മെംബ്രെയിൻ. പ്രോകാരിയോട്ടിക് സെൽ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്കിത് തെറ്റാന്ന് പറയാം. പ്രിമിറ്റീവ് സെൽ വാസ് ഫോം ബൈ കോമ്പിനേഷൻ ഓഫ് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് അമിനോ ആസിഡ് ആൻഡ് സറൗണ്ടിങ് ലിപ്പിഡ് ലെയർ. ആണോ? അമിനോ ആസിഡ് അല്ല, ന്യൂക്ലിക് ആസിഡ് ആണ് അല്ലെ? ന്യൂക്ലിക് ആസിഡ് ആണ്. അപ്പൊ ഇതും തെറ്റിപ്പോയി. 1ഉം 2ഉമാണ് എന്താ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ പറയാം, സ്റ്റേറ്റ്മെന്റ് ചൂസ് ദ കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം 1ഉം 2ഉം ശരി, 3ഉം 4ഉം തെറ്റ് അല്ലേ? യെസ്, ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത് നോക്കിക്കേ. മാച്ച് ദ ഫോളോയിങ് വന്നിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ, നാനോ ഫെർട്ടിലൈസർ, ബയോ ഫെർട്ടിലൈസർ ആൻഡ് ഓർഗാനിക് ഫെർട്ടിലൈസർ. എപ്പോഴും ഒരു മാച്ച് ദ ഫോളോയിങ് ചോദ്യം നിങ്ങൾ ഇപ്രാവശ്യം പ്രതീക്ഷിക്കണം. ഓണ പരീക്ഷയ്ക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ സയന്റിസ്റ്റുകളെ പഠിക്കുന്നുണ്ട്, ഫെർട്ടിലൈസേഴ്സ് പഠിക്കുന്നുണ്ട്, കുറെ പെസ്റ്റിസൈഡ്സ് പഠിക്കുന്നുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. മാച്ച് ദ ഫോളോയിങ് വരാനുള്ള ചാൻസ് മിസ് നല്ലോണം കാണുന്നുണ്ട്. അപ്പൊ ചോദ്യം നോക്കാം. ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ. ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ നാനോ ഫെർട്ടിലൈസർ നമുക്ക് നാനോ ഫോസ്ഫേറ്റ് എന്ന പേര് തന്നെ കിട്ടും. ആൻഡ് ബയോ ഫെർട്ടിലൈസർ ഉണ്ട്, ഓർഗാനിക് ഫെർട്ടിലൈസർ ഉണ്ട്. യൂറിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ ആണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയോ നോക്കിയേ. P2Q1. P2Q1 ഉള്ളത് ഏത് മാത്രമാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ? P2Q1 ഉള്ളത്. അപ്പൊ ബാക്കി നമുക്ക് കിട്ടും. R എന്ന് പറയുന്നത് ബയോ ഫെർട്ടിലൈസർ, ഓർഗാനിക് ഫെർട്ടിലൈസർ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ബയോ ഫെർട്ടിലൈസറിൽ നമുക്ക് പറയാം R എന്ന് പറയുന്നത് എന്താണ്? റൈസോബിയം. ഓർഗാനിക് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് കമ്പോസ്റ്റ് ആണെന്ന് പറയാം. സോ ഏതാണ്? ഓപ്ഷൻ സി തന്നെ. യെസ്, സി തന്നെയാണ് നമുക്ക് ആൻസർ എന്ന് പറയാം. അപ്പം ആദ്യത്തെ 2 കിട്ടിയാൽ അത് മാച്ച് ആവുന്ന മാച്ച് ഫോളോയിങ് ഉണ്ടോ നോക്കുക. ഓപ്ഷൻസ് 2 കിട്ടി കഴിഞ്ഞാൽ ബാക്കി ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കേട്ടല്ലോ? യെസ്. അപ്പൊ അടുത്ത് നോക്കാവേ. 2 മാർക്കിന്റെ ചോദ്യം നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ഫാം ന്യൂലി സ്റ്റാർട്ടഡ് ബൈ എ യങ് ഫാമേഴ്സ് ആർ ഗിവൻ ബിലോ. കർഷകർ പുതിയൊരു കൃഷി ഫാം തുടങ്ങി. അനലൈസ് ദം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ യുവ കർഷകൻ പുതുതായി ആരംഭിച്ച ഫാമിന്റെ സവിശേഷതകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദ്യത്തിന് ഉത്തരം എഴുതണം. ഫാമിംഗ് ഈസ് ഡൺ ഓൺ 5 acres ഓഫ് ലാൻഡ്. ദർ ഇസ് പാഡി കൾട്ടിവേഷൻ ഓൺ 1 side ഓഫ് ദ ഫീൽഡ്. അബൌട്ട് 50% ഓഫ് ലാൻഡ് ഈസ് യൂസ്ഡ് ഫോർ കാറ്റൽ റിയറിംഗ്. 5 acre സ്ഥലത്താണ് കൃഷിയുള്ളത്. പാടത്തിന്റെ മധ്യ ഒരു ഭാഗത്ത് നെൽകൃഷിയാണ്. ഏകദേശം 50 സെന്റ് സ്ഥലത്ത് പശു വളർത്തുന്നുണ്ട്. ഫാമിന്റെ മധ്യഭാഗത്ത് ഒരു കുളവും അതിൽ മത്സ്യകൃഷിയും ഉണ്ട്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫീച്ചേഴ്സ്. ഇനി ഇത് ഏത് തരത്തിലുള്ള കൃഷിയാണ് ഉദ്ദേശിക്കുന്നത്? എല്ലാ തരത്തിലുള്ള കൃഷിയും ഉൾക്കൊള്ളുന്നതുകൊണ്ട് നമ്മൾ അതിനെ എന്താ പറയാ? ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയും അല്ലെ? ഇവിടെ പറയുന്ന കൃഷി രീതി ഏതാണെന്നാണ് ചോദ്യം. ഈ തന്നിട്ടുള്ള കൃഷി രീതിയെ നമ്മൾ പറയുന്നത് സംയോജിത കൃഷി അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. ഒരു കർഷകന്റെ ആ ഫാമിൽ എന്ന് പറയുന്നത് പശുവുണ്ട്, മീൻകുളമുണ്ട്, താറാവ് വളർത്തുന്നു, കോഴി വളർത്തുന്നു, ഇതെല്ലാം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്, സംയോജിത കൃഷി എന്ന് പറയും. ഇനി എന്തുകൊണ്ടാണ് ഇതിന്റെ ഒരു ഗുണം, ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ ആൻസർ ഇതിന്റെ? ഈവൻ ഇഫ് ദർ ഈസ് എ ലോസ് ഇൻ വൺ ക്രോപ്പ് ഇറ്റ് ക്യാൻ ബി കോമ്പൻസേറ്റഡ് ബൈ അതേഴ്സ്. ശരിയല്ലേ? ഒരു വിളയിൽ നമുക്ക് ഭയങ്കര നഷ്ടമാണ്, പക്ഷേ മറ്റുള്ളവയിൽ അത് പരിഹരിക്കാം. ഒന്നിന്റെ ഉൽപാദനം മറ്റൊന്നിന് വളമോ തീറ്റയോ ആയിട്ട് ഉപയോഗിക്കാം. സോ നമുക്കിതിന്റെ ഒരു ബേസിക് അഡ്വാൻറ്റേജ്, ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് എന്താണ്? ഒന്നിന് ദോഷം വന്നാലും അത് മറ്റൊന്നിന് വളമായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. സോ ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങിന് പഠിച്ചു വെക്കണേ. അടുത്ത് നോക്കിയാൽ ഒബ്സർവ് ദി ഇമേജസ്, ആൻസർ ദ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ വിച്ച് among X and Y is prokaryotic cell. തന്നിട്ടുള്ളതിൽ പ്രോകാരിയോട്ടിക് കോശം ഏതാണെന്നാണ് എത്രയോ തവണ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. എക്സ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ പ്രോകാരിയോട്ടിക് സെൽ. സോ എക്സ് ആണ് നമ്മുടെ പ്രോകാരിയോട്ടിക് സെൽ. ആൻഡ് തിരിച്ചറിയുന്നതിന് പരിഗണിച്ചത് പ്രോകാരിയോട്ടിക് സെൽ എന്തില്ല? നോ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ആൻഡ് സെൽ ഓർഗനൽസ് വളരെ കുറവാണ് അല്ലെ? സ്ഥലനിർമ്മിതമായ കോശങ്ങൾ വളരെ കുറവാണ്. മർമ്മം ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. യൂകാരിയോട്ടിനാണ് മർമ്മമുള്ളത്. ഇനി റൈറ്റ് 1 characteristic each of agriculture crop developed through following method.
അതായത് താഴെ പറയുന്ന രീതികളിൽ വികസിപ്പിച്ചെടുത്ത ഓരോ കാർഷിക വിളയുടെയും ഒരു സ്വഭാവം എഴുതാനാണ് ജനിതക എഞ്ചിനീയറിംഗും ടിഷ്യൂ കൾച്ചറും ആണ് തന്നിട്ടുള്ളത്. ജനിതക എഞ്ചിനീയറിംഗിന്റെ പ്രത്യേകത എന്താ? ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്ന് പറയുന്നത് റെസിസ്റ്റന്റ് ടു പെസ്റ്റ് ആൻഡ് ഡിസീസ് ആണ്. അതായത് നമുക്ക് കാണാൻ പറ്റും ജനിതക മാറ്റം വരുത്തിയ കീടരോഗബാധയെ ചെറുക്കുന്നു. അതുപോലെ തന്നെ എന്താണ്, ചിലതിന് പോഷക ഗുണം, ചിലര് ന്യൂട്രിയന്റ് റിച്ച് ആണ്. ചില ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത ക്രോപ്സിനൊക്കെ നല്ല ന്യൂട്രിയൻ കപ്പാസിറ്റി ഉണ്ടാകും. ആൻഡ് ടിഷ്യൂ കൾച്ചേർഡ് ക്രോപ്സ് ഹാവ് ഓൾ ക്യാരക്ടേഴ്സ് ഓഫ് പാരന്റ് പ്ലാന്റ്. ടിഷ്യൂ കൾച്ചർ വഴി ചെയ്യുന്ന ചെടികളുടെ പ്രത്യേകത എന്താ? പാരന്റിന്റെ അതേ കോപ്പീസ് ആയിട്ടായിരിക്കും ചെടികൾ ഉണ്ടാവുന്നത്. സോ മാതൃസസ്യത്തിന്റെ അതേ ഗുണമായിരിക്കും എന്ത് ആ ഉണ്ടാവുന്ന യങ്ങർ കൃഷിക്ക് അല്ലെങ്കിൽ ചെടിക്ക് ഉണ്ടാവുന്നത് കേട്ടോ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ. Images of various pests affecting agriculture crops are provided. Identify pest X and Y. How does integrated pest management help control? X എന്ന് Y എന്ന് പറയുന്ന ഈ കീടങ്ങളെ കണ്ടുപിടിക്കുക. X എന്ന് പറയുന്ന പോട്ട് ബോറർ കായതുരപ്പനാണ്. Y എന്ന് പറയുന്നത് നമ്മുടെ ലീഫ് റോളിംഗ് കാറ്റർപില്ലർ അല്ലെ, ഇല ചുരുട്ടിപ്പുഴുവാണ്. ഈ ചിത്രങ്ങൾ എന്തായാലും ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് വേണം പോകാൻ. ആൻഡ് ഇവരെങ്ങനെയാണ് സഹായിക്കുന്നത്? ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് യൂസ് പെസ്റ്റിസൈഡ്സ്, മെക്കാനിക്കൽ കൺട്രോൾ ഓഫ് ഫ്രണ്ട്ലി ഇൻസെക്ട്സ്. IPM എന്ന് പറയുന്നത് ഈ കീടങ്ങളുടെ പെരുകൾ നിയന്ത്രിക്കാൻ സംയോജിത കീട നിയന്ത്രണം സഹായിക്കുന്നത്. അപ്പൊ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ അധികം പെസ്റ്റിസൈഡ് ഒന്നും അല്ല യൂസ് ചെയ്യുന്നത്, പകരം ജൈവ കീടനാശിനികള്, യാന്ത്രിക നിയന്ത്രണം, ഫിസിക്കലായിട്ട് നമ്മൾ ഈ പറയുന്ന കീടങ്ങളെ പിടിക്കുക, മിത്രകീടങ്ങൾ, ബയോളജിക്കൽ ആയിട്ടുള്ള ഫ്രണ്ട്ലി പെസ്റ്റുകൾ ഉപയോഗിക്കുന്നു. ഇതൊക്കെ വഴിയാണ് IPM നമ്മൾ ചെയ്യുന്നത്. ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് ആണ്, അതാണ് IPM-ന്റെ ഫുൾ ഫോം കേട്ടോ, മറന്നു പോകരുതേ. അടുത്ത ചോദ്യം, അനലൈസ് ഇൻഡിക്കേറ്റേഴ്സ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ലൈഫ് ഒറിജിനേറ്റഡ് ഓൺ അനദർ പ്ലാനറ്റ് ആക്സിഡന്റലി റീച്ച്ഡ് എർത്ത് ഇൻ ദ ഫോം ഓഫ് മൈക്രോ ഓർഗാനിസം ഓർ സ്പോർ. അതായത് ഭൂമിയിൽ ജീവന്റെ ആവിർഭാവവുമായി ബന്ധപ്പെട്ട PQ എന്നീ സിദ്ധാന്തങ്ങൾ തിരിച്ചറിയുക. ഇതിൽ ഏത് സിദ്ധാന്തത്തിനാണ് ശാസ്ത്ര ലോകത്ത് കൂടുതൽ അംഗീകാരം ലഭിച്ചത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, ലൈഫ് ഒറിജിനേറ്റഡ് ഓൺ അനദർ പ്ലാനറ്റ് എന്ന് പറയുമ്പോൾ, ലൈഫ് ഒറിജിനേറ്റഡ് ഓൺ അനദർ പ്ലാനറ്റ് എന്ന് പറയുമ്പോൾ അതേതാണ്? പാൻസ്പെർമിയ തിയറിയാണ്. ഇനി ഓഷ്യൻസിൽ, സമുദ്രത്തിൽ ജീവൻ ഉണ്ടായത്, അവിടുന്നാണ് രാസവസ്തുക്കൾ ഉണ്ടാകുന്നതും. സമുദ്രത്തിൽ ജീവൻ ഉണ്ടായെന്ന് പറയുന്ന തിയറി ഏതാ? കെമിക്കൽ എവല്യൂഷൻ തിയറി, രാസ പരിണാമ സിദ്ധാന്തമാണ്. ആൻഡ് അടുത്ത ചോദ്യം എന്താണെന്നറിയോ? ഇതിൽ ഏത് സിദ്ധാന്തമാണ് കൂടുതൽ അംഗീകാരം ലഭിച്ചത്? അതേതാടാ? നമ്മുടെ കെമിക്കൽ എവല്യൂഷൻ തിയറി. കാരണം എന്താ? അതിന്റെ ഒരു എക്സ്പെരിമെന്റൽ പ്രൂഫാണ് യൂറേ മില്ലർ പരീക്ഷണം. സോ അത് പ്രൂവ് ചെയ്തതാണ് എന്ത്? യൂറേ മില്ലർ പരീക്ഷണം വഴി. അതുകൊണ്ട് അതാണ് കൂടുതൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറി എന്ന് പറയുന്നത്. ഇനി 2 മാർക്കിന് നോക്കിയേ. ഇഫ് കണ്ടീഷൻ സിമിലർ ടു ദോസ് ഓഫ് പ്രിമിറ്റീവ് എർത്ത് എക്സിസ്റ്റഡ് ടുഡേ വുഡ് ദ സർവൈവൽ ഓഫ് ലൈഫ് ബി പോസിബിൾ? ആദിമ ഭൂമിയിൽ ഇതിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇന്ന് ഉണ്ടായിരുന്നതെങ്കിൽ ജീവൻ നിലനിൽപ്പുണ്ടാകുമോ എന്നാണ് ചോദ്യം. ജീവൻ ഉണ്ടാകുമായിരുന്നോ? ഇല്ല. കാരണം എന്താ? ഫ്രീ ഓക്സിജൻ ഇല്ല, ഹൈ ടെമ്പറേച്ചർ ആണ്. ആൻഡ് ദർ വർ ഹൈഡ്രജൻ, മീത്തേൻ, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഈ പറയുന്ന ഗ്യാസുകളൊക്കെ ആയതുകൊണ്ട് തന്നെയും ഫ്രീ ഓക്സിജൻ ഇല്ല. ഉയർന്ന താപനിലയാണെങ്കിൽ ഇന്നത്തെ ഭൂമി നിലനിൽക്കില്ല അല്ലെ. ആൻഡ് അടുത്ത ഓർ ക്വസ്റ്റ്യൻ എന്താ? യൂക്കാരിയോട്ടിക് സെൽ ഗെയിൻഡ് എബിലിറ്റി ടു പ്രൊഡ്യൂസ് എനർജി ആഫ്റ്റർ എൻഗൾഫിംഗ് ബാക്ടീരിയ. യൂക്കാരിയോട്ടിക് സെല്ല് അല്ലെങ്കിൽ യൂക്കാരിയോട്ടിക് എന്ന് പറയുന്നത് കോശങ്ങള് ബാക്ടീരിയനെ വിഴുങ്ങിയിട്ടാണ് ഈ പറയുന്ന എനർജി ഉണ്ടാക്കാൻ തുടങ്ങിയെന്നാ പറയുന്നത്. ശരിയാ. കാരണം എന്താ? ഇവരെപ്പോഴാ എനർജി ഉണ്ടാക്കാൻ തുടങ്ങിയ? മൈറ്റോകോൺട്രിയ വന്നപ്പം. മൈറ്റോകോൺട്രിയ വന്നത് എങ്ങനെയാ? ആ ഒരു ബാക്ടീരിയനെ വിഴുങ്ങുന്നതിന് പകരം അവരവിടെ നിലനിർത്തി ആ ബാക്ടീരിയം എയറോബിക് ബാക്ടീരിയം ആയിരുന്നു. അതാണ് മൈറ്റോകോൺട്രിയ ആയിട്ട് മാറിയത്. സോ നമുക്ക് പറയാം യൂക്കാരിയോട്ടിക് കോശം ദഹിപ്പിക്കുന്നതിന് പകരം സംരക്ഷണം നൽകി ആ എയറോബിക് ബാക്ടീരിയമാണ് മൈറ്റോകോൺട്രിയ ആയിട്ട് മാറിയത്. എയറോബിക് ബാക്ടീരിയ, മൈറ്റോകോൺട്രിയ. ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ അല്ലെങ്കിൽ നമ്മൾ പറയും പ്രകാശ സംശ്ലേഷണ ബാക്ടീരിയ ക്ലോറോപ്ലാസ്റ്റ് ആയിട്ട് മാറി എന്നുള്ളത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Sample presentation side highlighting the importance of native vegetables is provided. നാടൻ പച്ചക്കറി ഇനങ്ങളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രസന്റേഷൻ ആണ് തന്നിട്ടുള്ളത്. ആ മോഡൽ നോക്കിയിട്ട് 2 ideas that can be introduced in the slides in the environmental importance of native vegetables. Native vegetables are nature's gift, grown without chemical fertilizers, provide healthy immunity. നാടൻ പച്ചക്കറികൾ പ്രകൃതിയുടെ വരദാനമാണ്. രാസവളങ്ങളില്ലാതെ വിളയുന്ന ഇവ ആരോഗ്യവും രോഗപ്രതിരോധ ശേഷിയും നൽകുന്നു. ഊർജ്ജസ്വലരാക്കുന്നു നമ്മളെ. വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കാം, ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കാം.
അപ്പൊ ഇതിലേക്ക് ഉൾപ്പെടുത്താവുന്ന ആശയങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനാണ്. എന്താ നാടൻ പച്ചക്കറികളുടെ പ്രത്യേകത? നാടൻ പച്ചവിളകൾ പ്രാദേശിക പരിസ്ഥിതിയോട് ഇണങ്ങി വളരുന്നത്. അല്ലെ, നേറ്റീവ് വെജിറ്റബിൾസ് എന്താണ്? ആ ജീവിക്കുന്ന ആ ലോക്കൽ എൻവയോൺമെന്റിനോട് ചേർന്ന് വളരുന്നവരാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, കാലാവസ്ഥയെ മാറ്റത്തെ അതിജീവിക്കാം, അവർക്ക് ക്ലൈമറ്റ് ചേഞ്ച് ബാധിക്കില്ല. ആൻഡ് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് സഹായകരമാകും. ബൈ റിറ്റെയിനിങ് ഇൻസെക്ട്സ് ദേ ഹെൽപ്പ് മെയിൻറ്റെയിൻ ദ ബാലൻസ് ഓഫ് നേച്ചർ. അവർ അവിടെ തന്നെ ജീവനോടെ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, കീടങ്ങളുടെ പ്രശ്നങ്ങളൊന്നും വരില്ല. നാച്ചുറൽ എൻവയോൺമെന്റ് തന്നെ അവർ സർവൈവ് ചെയ്യും. ഓക്കെ, കീടനിയന്ത്രണമൊക്കെ അവർക്ക് തന്നെ അറിയാം, നാച്ചുറൽ ആയിട്ട് കീടനിയന്ത്രണമൊക്കെ. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ്. അടുത്ത് നോക്കാം, 3 മാർക്കിന്റെ ചോദ്യം. പരീക്ഷണം കണ്ടപ്പോൾ തന്നെ കിട്ടിക്കാണും. ഇത് ഏതാണ് പരീക്ഷണം എന്നാ ചോദിച്ചിട്ടുള്ളത്? നമ്മുടെ യുറേ മില്ലർ എക്സ്പെരിമെന്റ് ആണ് അല്ലെ. ഈ ചിത്രം കണ്ടാൽ അറിഞ്ഞു വെക്കണം, യുറേ മില്ലർ എക്സ്പെരിമെന്റ് ആണ്. ഇനി ചിത്രത്തിൽ കാണിച്ചുള്ള രീതിയിൽ പരീക്ഷണ സംവിധാനം തയ്യാറാക്കിയതിന്റെ ഉദ്ദേശം, എന്തിനാ ഇത് ഉണ്ടാക്കിയതാണ് നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. പർപ്പസ് വാസ് ടു റീക്രിയേറ്റ് ദ കണ്ടീഷൻ ഓഫ് പ്രിമിറ്റീവ് എർത്ത് അല്ലെ, ആദിമ ഭൂമിയുടെ അതേ കണ്ടീഷൻ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. സോ വി ക്യാൻ സേ മീത്തേൻ, അമോണിയ, ഹൈഡ്രജൻ, വാട്ടർ, അമിനോ ആസിഡുകൾ പോലെ ജൈവ തന്മാത്രകളും അജൈവ ഘടകങ്ങളിൽ നിന്ന് സമന്വയിക്കാൻ കഴിയുമെന്ന് തെളിയിക്കാൻ ആദിമ ഭൂമിയുടെ അവസ്ഥകൾ പുനഃസൃഷ്ടിക്കുകയായിരുന്നു. അതായത് സിമ്പിൾ ഗ്യാസിൽ നിന്നും അവിടെ ജീവനുള്ള ഓർഗാനിക് മോളിക്യൂൾ ഉണ്ടാക്കാമെന്ന് തെളിയിക്കുന്ന ഭൂമിയുടെ ആ ഒരു കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു ഈ ഒരു പരീക്ഷണത്തിന്റെ ലക്ഷ്യം. ആൻഡ് ഈ പരീക്ഷണത്തിൽ മീത്തേൻ, അമോണിയ, ഹൈഡ്രജൻ, ജലഭാഷ്മം ഉപയോഗിച്ചതിന്റെ കാരണം എന്താ? അറ്റ്മോസ്ഫിയറിക് പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്ന ഗ്യാസസ് ഏതൊക്കെയാ? മീത്തേൻ, അമോണിയ, ഹൈഡ്രജൻ, വാട്ടർ വേപ്പർ ആയിരുന്നു. അതുകൊണ്ടാണ് ആ ഗ്യാസ് കൊടുത്തത്. ആദിമ ഭൂമിയിലെ ഊർജ്ജത്തിന് ഉറവിടങ്ങളെ പുനഃസൃഷ്ടിക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ പരീക്ഷണം ഒരു പരാജയമായിരുന്നു. ആണോ? എക്സ്പെരിമെന്റ് ഒരു ഫെയിലിയർ ആയിരുന്നു എന്നാ പറയുന്നത്. കാരണം അന്നത്തെ പോലത്തെ വോൾക്കാനിക് എറപ്ഷൻസും തണ്ടർ സ്റ്റോം ഒന്നും കൊടുക്കാൻ പറ്റാഞ്ഞുകൊണ്ട്. ഇത് ഫെയിലിയർ ആണോ? അല്ല, ഇത് സക്സസ്ഫുൾ ആ. കാരണം എന്താ? അതിന് പകരം നമ്മൾ ഇലക്ട്രിക് സ്പാർക്ക് കൊടുത്തു അല്ലെ. നമ്മള് though the sources of energy of primitive earth could not be created, electric spark was being used. നമ്മൾ ആദിമ ഭൂമിയുടെ ഊർജ്ജത്തിന്റെ ഉറവിടങ്ങളെ പുനഃസൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്തു? വൈദ്യുത സ്പാർക്ക് ഉപയോഗിച്ചു. അങ്ങനെ ഈ ഒരു എക്സ്പെരിമെന്റ് വിജയിച്ചു, പരാജയമല്ല അല്ലെ. ഇനി ഐഡന്റിഫൈ ദ അഗ്രികൾച്ചർ മെത്തേഡ് ഹെൽപ്പ് ടു ഓവർകം സ്പേസ് കോൺസ്ട്രെയിന്റ് ബൈ ഗ്രോയിങ് ക്രോപ്പ് ഇൻ വെർട്ടിക്കലി സ്റ്റാഗ്ഡ് ലെയർ. സ്ഥലപരിമിതി മറികടക്കാൻ വേണ്ടി സഹായിക്കുന്ന കാർഷിക രീതി തിരിച്ചറിയാനാണ് ലംബമായി അടുക്കിയിട്ടുള്ള പാളികൾ. ഇതിനെ നമ്മൾ എന്താ പറയാ? വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയും അല്ലെ. വെർട്ടിക്കൽ ഫാമിംഗ് എന്നാണ് പറയാ. ഇൻവോൾവ് ഗ്രോയിങ് ക്രോപ്സ് ഇൻ വെർട്ടിക്കലി സ്റ്റാഗ്ഡ് ലെയർ. ഇങ്ങനെ അട്ടി മേലെ വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ സ്ഥലപരിമിതി എന്നുള്ള പ്രശ്നമില്ല, നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാം? കൃഷി നടത്താനായിട്ട് സാധിക്കും. വെർട്ടിക്കൽ ഫാമിംഗ്. വാട്ട് ഈസ് GM crop? എന്താ GM crop എന്ന് പറഞ്ഞാൽ? GM crop is plant whose genetic constitution has been altered through genetic engineering. അതായത് ജനിതക എഞ്ചിനീയറിംഗ് വഴി ജീനിൽ മാറ്റം വരുത്തിയിട്ടുള്ള ചെടികളെയാണ് നമ്മൾ GM crops എന്ന് പറയുന്നത് കേട്ടോ. GM വിള എന്ന് പറയും. ഒരു GM വിളയെ അതിന്റെ പരിഷ്കരിച്ച സ്വഭാവത്തിന് ഉദാഹരണം കീടങ്ങളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ പറ്റുന്ന ചെടികളെ പരുത്തി, കോട്ടൺ, BT കോട്ടൺ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് കേട്ടോ. BT കോട്ടൺ. പിന്നെ why do some people believe GM crops may pose threat? ഇതൊരു ത്രെട്ട് ആണെന്ന് ചിലർ വിശ്വസിക്കാനുള്ള കാരണം എന്താ? GM crops may cross breed with indigenous species, potentially reducing biodiversity or introducing trait that could disrupt ecosystem. അതായത് നാച്ചുറൽ ആയിട്ട് ജൈവവൈവിധ്യത്തെ കുറിക്കുന്നതിനോ ആവാസ വ്യവസ്ഥ തകർക്കുന്ന സ്വഭാവ സവിശേഷതകൾ അവതരിപ്പിക്കാൻ ചാൻസ് ഉണ്ടാകും എന്നതാണ് ഇതിന്റെ ഒരു ത്രെട്ട് ആയിട്ട് നമ്മൾ പറയാറുള്ളത് കേട്ടോ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് വേണം പോകാനായിട്ട്. സോ ഇതിവിടെ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും പഠിച്ചിട്ട് പോവുക. 20ൽ 20 മാർക്ക് തന്നെ നമുക്ക് മേടിക്കാം. 2 ചാപ്റ്റേഴ്സും പക്ക ക്ലിയർ ആക്കാം. ആൻഡ് മിസ് ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം. നമ്മള് പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ പ്രിമിറ്റീവ് സെല്ല്, ആദ്യമായിട്ടുണ്ടായ കോശം, ആദിമ കോശം അല്ലെങ്കിൽ പ്രിമിറ്റീവ് സെല്ലിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. 7 മണിയാകുമ്പോഴത്തേക്കും ബേസിക് സയൻസിന്റെ മാരത്തോൺ ലെവലിലേക്ക് എല്ലാവരും വരിക. എല്ലാ ചോദ്യങ്ങളും നമുക്ക് പഠിച്ച് പരീക്ഷ ഉഷാറാക്കാം. ബൈ.